ഹായ് അസ്സാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിന്ന് റേഷൻ കടയിൽ നമുക്ക് സാധാരണ അരി കിട്ടൂല, ആ ഒരു അരി വെച്ചിട്ട് കുക്കറിൽ 2 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ഇറച്ചിച്ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. സിമ്പിളായിട്ട് നമുക്കത് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ഇനി ഒട്ടും വൈകാതെ തന്നെ നമുക്കതിൻ്റെ റെസിപ്പിയിലേക്ക് കടക്കാം. ഇത് ആദ്യം തന്നെ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു കുക്കർ, അത്യാവശ്യം വലിയൊരു സൈസിലുള്ള ഒരു കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എത്ര ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നോ അതിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കുന്ന കുക്കറിൻ്റെ വലിപ്പത്തിലൊക്കെ മാറ്റം വരുത്താം. അപ്പോൾ അത് സാധാരണ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ ആ കുക്കറൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ആദ്യം തന്നെ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 1/4 കപ്പ്, ഒരു 3 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലും അതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അതിനിപ്പോൾ അതിന് പകരം നമുക്ക് സൺഫ്ലവർ ഓയിലിന് ഇല്ലെങ്കിൽ നെയ്യ് ഒഴിച്ച് കൊടുത്താലും മതി. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. ഇനിയിപ്പോൾ അതും അല്ലെങ്കിൽ വെളിച്ചെണ്ണയിൽ മാത്രം ചെയ്തെടുത്താലും മതി. ഇനിയിപ്പോൾ അത് എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ വലിയ സൈസിലുള്ള 2 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഉള്ളി നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഉള്ളി കട്ട് ചെയ്യുന്ന സമയത്ത് നല്ല തിന്നാക്കിയിട്ട് കട്ട് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ പെട്ടെന്ന് അത് സോഫ്റ്റായിട്ട് വന്നോളും. ഇനിയിപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇറച്ചിച്ചോറ് റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഓവറായിട്ടുള്ള ഐറ്റംസും കാര്യങ്ങളും ഒന്നും വേണ്ട കേട്ടോ. കുറച്ച് മാത്രം മതി. 2 ഉള്ളി 2 തക്കാളി അത്രയൊക്കെ ആവശ്യമായിട്ടുള്ളൂ. അപ്പോൾ ഇതാ ഉള്ളി അത്യാവശ്യം ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഓവർ അതിൻ്റെ കളറൊന്നും ചേഞ്ച് ആയിട്ട് മാറൊന്നും വേണ്ട. ഇത്രയും വഴറ്റിയെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് 3ഉം കൂടെ പേസ്റ്റ് ആക്കിയതാണ്. ഇതിപ്പോൾ ഏകദേശം 2 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം 3ഉം കൂടി മിക്സിയുടെ ജാറിലിട്ട് പേസ്റ്റ് ആക്കിയതിന് ശേഷമുള്ള അളവാണ് പറഞ്ഞിട്ടുള്ളത്. 2 ടേബിൾ സ്പൂണോളം അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കതിൻ്റെ ഒരു പച്ച ടേസ്റ്റ് മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് തക്കാളി, ഞാനിപ്പോൾ 2 മീഡിയം സൈസിലുള്ള തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അതും തിന്നാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ തക്കാളി ചേർത്ത് കൊടുത്തിട്ട് ഓവർ ടൈമൊന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരുള്ളൂ. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കതിലേക്ക് മല്ലിയിലയും പുതിനയിലയും ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ മല്ലിയില കുറച്ച് കൂടുതൽ 1.5 കൈപ്പിടിയോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പുതിനയില 1 കൈപ്പിടി മാത്രം. അപ്പം പുതിനയില കുറച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. മല്ലിയില എപ്പോഴും കുറച്ച് കൂട്ടി തന്നെ ബിരിയാണിയിലേക്കായാലും ഇറച്ചിച്ചോറിലേക്കായാലും ഒക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മൊത്തമായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അതല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഐറ്റംസൊക്കെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ 1 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണോളം ബിരിയാണി മസാലയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുള്ള ബിരിയാണി മസാല കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ റെഡിയാക്കിയതാകുമ്പോൾ അധികം ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങുന്ന ബിരിയാണി മസാലയാണെങ്കിൽ 1 ടീസ്പൂൺ നിറയെ തന്നെ ഇട്ട് കൊടുക്കുക. ഇനി ആ പൊടികളൊക്കെ അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കതിലേക്ക് കഴുകി വെള്ളമൊക്കെ വാർത്ത് വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇറച്ചിച്ചോറിന് മെയിനായിട്ട് ടേസ്റ്റ് ഉണ്ടാവില്ല ബീഫിൽ റെഡിയാക്കി എടുക്കുമ്പോഴാണ് കേട്ടോ. ഇനിയിപ്പോൾ ബീഫ് കയ്യിലില്ലെങ്കിൽ നമുക്ക് ചിക്കനിലും ഇതൊന്ന് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ചിക്കൻ ആകുമ്പോൾ കുറച്ചുകൂടി സിമ്പിളായിട്ട് നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റും. പക്ഷേ കറക്റ്റായിട്ടുള്ള ആ ഒരു ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ബീഫിൽ തന്നെ ഇറച്ചിച്ചോറ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ഒരു 1/4 കിലോയോളം ബീഫ് ഉണ്ടാവും. അങ്ങനെ ആ ബീഫും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. ഒരു ബീഫ് വേവാനുള്ള കുറച്ച് വെള്ളം മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് അടച്ച് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഒരു 8 വിസിൽ വരുന്നത് വരെ ബീഫ് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 8 വിസിൽ വരുന്നത് വരെ ബീഫ് വേവിക്കുമ്പോഴേക്കും അത്യാവശ്യം ഒരു 80-85% ബീഫ് വെന്തിട്ടുണ്ടാവും. പിന്നെ നമ്മൾ റൈസ് ചേർത്ത് കൊടുത്തിട്ട് 2 വിസിലും കൂടെ അടുപ്പിക്കുമ്പോൾ കറക്റ്റായിട്ട് തന്നെ ബീഫ് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ അങ്ങനെ ഒരു 8 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം.
അങ്ങനെ ഇതാ 8 വിസിലൊക്കെ വന്നതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ട് അതിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷമാണ് കേട്ടോ ഓപ്പൺ ആക്കുന്നത്. അപ്പോൾ കണ്ടല്ലോ ഇറച്ചിച്ചോറുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുള്ള ആ ഒരു 1/2 ഗ്ലാസ് വെള്ളം അതിൽ തന്നെ ഉണ്ട്. കണ്ടല്ലോ ആ ഒരു വെള്ളം കൂടെ ചേർത്തിട്ട് വേണം നമുക്ക് റൈസ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് വെള്ളം കണക്കാക്കി എടുക്കാൻ. അപ്പോൾ 1 കപ്പ് റൈസിലേക്ക് 2 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പം ഈ ഒരു മസാലയിലുള്ള വെള്ളം എത്രയുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനനുസരിച്ച് ബാക്കിയുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ കണ്ടല്ലോ ബീഫ് ഏകദേശം 80% തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ തന്നെ 1 കപ്പ് റൈസിലേക്ക് 2 കപ്പ് വെള്ളം എന്ന രീതിയിൽ വേണം ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ സാധാരണ പച്ചവെള്ളം തന്നെയാണ് കേട്ടോ ഞാനിപ്പോൾ ഒഴിച്ച് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഈ ഒരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് അരിയാണ് എടുക്കുന്നത്. അപ്പോൾ ആ ഒരു 1.5 ഗ്ലാസ് അരിയിലേക്ക് 3 ഗ്ലാസ് വെള്ളം കറക്റ്റായിട്ട് തന്നെ വേണം. അപ്പോൾ ഒരു 1/2 ഗ്ലാസ് വെള്ളം ആ ഒരു മസാലയിൽ ഉള്ളതുകൊണ്ട് തന്നെ ബാക്കി 2.5 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു കറക്റ്റ് വെള്ളത്തിൻ്റെ മെഷർമെൻറ്റ് കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മളിപ്പോൾ റെഡിയാക്കി എടുക്കുന്നത് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആ സാധാരണ ചോറ് വെക്കുന്ന റൈസ് ഉണ്ടല്ലോ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതാകുമ്പോൾ ഇത്രയും വെള്ളമാണ് കറക്റ്റായിട്ടുള്ള അളവ്. അപ്പോൾ നിങ്ങൾ വെള്ളത്തിൻ്റെ അളവ് അരിക്കനുസരിച്ച് ശ്രദ്ധിക്കുക. ഇനി അതിലേക്ക് നമുക്കൊരു 1/4 കപ്പോളം നല്ല പുളിയുള്ള തൈരും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കട്ടെ. തിളച്ച് വന്നതിന് ശേഷം വേണം നമുക്ക് ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ അപ്പോഴേക്കും അരിയൊക്കെ ഇവിടെ അളന്ന് കണക്കാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം കാണിച്ചെന്ന 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ സാധാരണ നമ്മൾ റേഷൻ കടയിൽ നിന്നൊക്കെ നമുക്ക് ചോറ് വെക്കാനായിട്ട് കിട്ടുന്ന ആ ഒരു അരിയാണ് കേട്ടോ. അപ്പോൾ 1.5 ഗ്ലാസ് അരി ഉണ്ടത്. ഇനി ഇത് നന്നായിട്ട് തന്നെ കഴുകിയിട്ട് അതിൻ്റെ വെള്ളമൊക്കെ മാറ്റിയിട്ട് നമുക്ക് എടുത്തിട്ട് വരാം. അപ്പോഴേക്കും ആ ഒരു മസാല നന്നായിട്ട് തന്നെ തിളച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉണ്ടല്ലോ അരിയൊക്കെ റെഡിയാക്കി വന്നപ്പോഴേക്കും മസാലയിലുള്ള വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. അപ്പോൾ ഉപ്പ് കുറച്ച് കൂടുതൽ തന്നെ മുന്തിയിട്ട് നിൽക്കണം. അപ്പോഴാണ് ആ ഒരു റൈസും കൂടെ വരുമ്പോൾ കറക്റ്റായിട്ടുള്ള ഉപ്പ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഉപ്പ് കുറവാണെന്ന് തോന്നിയപ്പോൾ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് തന്നെ മിക്സാക്കി കഴിഞ്ഞിട്ട് നമുക്കതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ തന്നെ അരിയും ആ ഒരു മസാലയും കൂടെ മൊത്തമായിട്ട് തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുക്കറൊന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കേണ്ട, മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. അതിനുശേഷം ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. അപ്പോൾ ഇതാ ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇതിൻ്റെ പ്രഷറൊക്കെ പോയി കഴിഞ്ഞിട്ടാണ് ഓപ്പൺ ആക്കേണ്ടത്. പ്രഷറോട് കൂടി തന്നെ ഓപ്പൺ ആക്കി എടുക്കാൻ പാടില്ല. ആ ഒരു പ്രഷറൊക്കെ പോയതിന് ശേഷം വേണം നമുക്ക് ഇത് ഓപ്പൺ ആക്കാൻ. അപ്പോൾ ഇതാ കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് തുറക്കുന്ന സമയത്തില്ലേ ഭയങ്കര സ്മെല്ലാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തുറന്നിട്ട് മിക്സ് ആക്കുന്ന സമയത്ത് കുറച്ചൊരു നനവോട് കൂടിയിട്ട് ഒരു ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു രൂപത്തിലാണ് ഉണ്ടാവുക. അത് ഒരു കുഴപ്പമില്ല. നമുക്ക് നല്ല ചൂടുണ്ടായിട്ടാണ്. അപ്പോൾ നമുക്ക് കുറച്ചൊന്ന് ചൂടാറി വരുന്ന സമയത്ത് ഡ്രൈ ആയിട്ട് കറക്റ്റായിട്ടുള്ള പരുവത്തിൽ തന്നെ കിട്ടും. അപ്പോൾ ഇത് നനവോട് കൂടിയിട്ട് കാണുമ്പോൾ നിങ്ങൾ ടെൻഷൻ ആവുമൊന്നും വേണ്ട കേട്ടോ. അത് കറക്റ്റായിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ ഇത് ചൂടാറുന്നതിന് മുമ്പ് തന്നെ പ്ലേറ്റിലേക്ക് സേവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്ത് കഴിഞ്ഞാൽ കുറച്ചൊന്ന് ചൂടാറിയിട്ട് കറക്റ്റായിട്ട് തന്നെ വന്നോളൂ. അപ്പോൾ കണ്ടല്ലോ നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ. അതുപോലെ തന്നെ കഴിക്കുന്ന സമയത്തായാലും നല്ല ടേസ്റ്റാണ്. ഈ ഒരു രീതിയിൽ തന്നെ സെയിം മെത്തേഡിൽ ഇത്രയും ഇൻഗ്രീഡിയൻസും കറക്റ്റായിട്ടുള്ള അളവും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഇറച്ചിച്ചോറ് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ്. ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് കുക്കറിൽ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. കുറഞ്ഞ സമയം കുറച്ച് ഇൻഗ്രീഡിയൻസും മാത്രം മതി അടിപൊളിയായിട്ടുള്ളൊരു ഇറച്ചിച്ചോറ് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ അതാ ഞങ്ങൾ കഴിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.